ഹലോ ബ്രദേഴ്സ്, ഈ ദുനിയാവൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് നമ്മുടെ ദുൽഖർ പറഞ്ഞ ഉസ്താദ് ഹോട്ടലിലെ ഡയലോഗുകൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു കേട്ടോ. ട്രാൻസിയിലെ ഈ പർവ്വതനിരകളാലും തുർഗൻ മലയിടുക്കുകളാലും അലങ്കരിക്കപ്പെട്ട നമ്മുടെ കൊക്ടബേ ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. ഭൂമിയിൽ അത്യപൂർവമായി കാണുന്ന ടിയാൻഷാ മരവും അനേകായിരം സസ്യജന്തുജാലങ്ങളുടെയും അത്ഭുത കലാവറ, ഇതൊക്കെ ആസ്വദിക്കാൻ കാൽനട മുതൽ ആകാശത്തൊട്ടുവരെ പറക്കാൻ കഴിയുന്ന പരമ്പരാഗത കസാഖ് സംഗീതവും ഉത്സവവും നൃത്തങ്ങളൊക്കെ ഈ കസാക്കിൻ്റെ സാംസ്കാരിക ജഗപ്പൊക്കെയാണ് മക്കളെ. 57 സോവിയറ്റ് യൂണിയൻ കാലത്ത് ബോസ്നിയവും സുഹൃത്ത് ഇബ്രയും മാന്ത്രികരങ്ങളാൽ തീർത്ത വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പൊളിച്ചടിക്ക് ആറാടാൻ പോവാട്ടോ. സഫാരിയിൽ സന്തോഷ് ചോജുകുളങ്ങര പറയുന്നത് പോലെ ഞങ്ങളുടെ യാത്ര ആരംഭ സ്ഥലത്ത് എത്തിയപ്പോൾ അങ്ങോട്ടുള്ള വണ്ടിയും കൂടെ ഗൈഡും ഞങ്ങൾ ആനയിച്ചുകൊണ്ട് കൊക്ബേ ഹിൽ സ്റ്റേഷൻ്റെ മുകളിലേക്ക് കുതിച്ചു. ചെന്ന ഉടനെ കണ്ടത് കസാക്കിൻ്റെ വൈവിധ്യമായ ഭക്ഷണക്കലവറയും പിയ്യാപ്രഭൻ്റെ ഫോട്ടോഷൂട്ടും നൃത്ത ചുവടുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന മനോഹരതയുമാണ്. ആ കുന്നിന് മുകളിൽ നിൽക്കുമ്പോൾ അൽമാഡ് സിറ്റിയുടെ മൊത്തം സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. കൂടെ ടിയാൻഷാ മലകളുടെ വശീകരണവും കണ്ണുനിരെ കണ്ടാസ്വദിക്കാട്ടോ. അവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് അവിടുത്തെ കേബിൾ കാറാണ്. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നേരെ അതിമനോഹരമായ കേബിൾ യാത്രയിലൂടെ നമുക്ക് ആ സിറ്റി മുഴുവൻ വീണ്ടും കണ്ടാസ്വദിക്കുന്നു കേട്ടോ. അത് ഏറ്റവും മനോഹരമായ യാത്രയാണ്. ആ നഗരം മുഴുവൻ അങ്ങ് കറങ്ങിയൊരു വരവുണ്ട് മോനെ, അതൊരു വേറെ ലെവലാണ്. കേബിൾ കാർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ പാർക്കിലൂടെ അല്പനേരം നടന്നു. ഉപസമൃദ്ധമായ ഭക്ഷണങ്ങളാലും കലാപരിപാടികളാലും സമൃദ്ധമാണ് ഈ ഇടം. ഈ അട്രാക്ഷൻ പോയിന്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവം സമ്മാനിക്കുന്നത് അവിടുത്തെ റോളർ കോസ്റ്റർ റൈഡാണ്. വളരെയധികം പേടിപ്പെടുത്തുന്നതും അഡ്വഞ്ചറസ് ആയിട്ടുള്ള മലഞ്ചെരിയിലൂടെയുള്ള യാത്ര ശരിക്കും മനോഹരമായിരുന്നു. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി സംഭവമാണ് കേട്ടത്. റോളർ കോസ്റ്റർ യാത്ര നമ്മൾ നേരെ പോയത് കൊക്ടബേ ഫെറിസ് വീൽസിലേക്കായിരുന്നു. നീളം കൂടെ ചക്രത്തിലിരുന്ന് ഈ നഗര സൗന്ദര്യം മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കൂടെ അല്പം കുശല അന്വേഷണങ്ങളും. ന്യൂ സുൽത്താനാണ് നമ്മുടെ ഗൈഡ്. അവനൊരു കോളേജിലെ ടീച്ചറാണ്, പാർട്ട് ടൈമായിട്ട് ഗൈഡ് ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. അവൻ കോളേജിലൊരു ടീച്ചറായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. യാത്രയിലുടനീളം അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഫാമിലിയൊക്കെ വരുന്നവർക്ക് മയിലും ലാമയും അടങ്ങുന്ന മനോഹരമായ വലിയൊരു സൂ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെയൊക്കെ പോകട്ടെ നമുക്ക്. മണ്ണും മലയും കുന്നും കറക്കും പറക്കലും ഒക്കെ കഴിഞ്ഞ് അൽമാട്ടിയുടെ അസ്തമ ഭംഗിയും ആസ്വദിച്ച് റോഡരികിൽ നിന്നൊരു ഫോട്ടോ ഫ്രെയിമിലാക്കി ഞങ്ങൾ അങ്ങിറങ്ങി. ഒറ്റ വരിയിൽ പറഞ്ഞാൽ കൊക്ടബേ ഹിൽ സ്റ്റേഷൻ ഈസ് ട്രൂലി എ ജം ഓഫ് എക്സ്പ്ലോറേഷൻ. ബൈ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ.